അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മഹാനവറുകൾ തന്റെ സഹധർമ്മിണിയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നീ അല്പം ഭക്ഷണം പാകം ചെയ്യുക. ഭർത്താവിന്റെ കൽപ്പന കേട്ടുകൊണ്ട് രുചികരമായ ഭക്ഷണം അവർ പാകം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഭക്ഷണം ഞാൻ പാകം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഈ ഭക്ഷണവുമായി നീ നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് കാണുന്ന നദിയുടെ അക്കരെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിലേക്ക് നീ ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക. ഭർത്താവിന്റെ കൽപ്പന കേട്ട് ഭക്ഷണം ഒരു പാത്രത്തിലാക്കി ലുക്മാൻ തങ്ങളുടെ ഭാര്യ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ആ നദിയുടെ സമീപത്തേക്ക് എത്തുകയാണ്. എന്നാൽ അക്കരയ്ക്ക് പോകണമെങ്കിൽ ഒരു കടത്ത് വഞ്ചിയുണ്ട്. പക്ഷേ ആ വഞ്ചിയാണെങ്കിൽ അക്കരയാണ്, അതിലാണെങ്കിൽ ആ വഞ്ചിക്കാരനില്ല. തിരിച്ചു വന്നുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അക്കരയ്ക്ക് പോകാൻ വഞ്ചിയുണ്ട്, പക്ഷേ ആ വഞ്ചിയിൽ അത് തുഴഞ്ഞുകൊണ്ട് അക്കരെ എത്തിക്കാൻ ആളില്ല. അപ്പോൾ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആ വഞ്ചിയോട് ഇപ്രകാരം വിളിച്ചു പറയണം, ജീവിതത്തിൽ ഒരിക്കലും ഭൗതികമായ സുഖം ആസ്വദിക്കാത്ത ഒരാളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് അക്കരെ നിൽക്കുന്ന വഞ്ചി നീ ഇങ്ങോട്ട് വന്നാലും അത് നീ പറയണമെന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ലുഖ്മാൻ തങ്ങളുടെ ഭാര്യ അതേപോലെ വിളിച്ചു പറഞ്ഞു, ദുനിയാവിൽ ഒരിക്കലും ഭൗതികമായ സുഖം ആസ്വദിക്കാത്ത ഒരാളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് കൊണ്ട് വഞ്ചി ഇക്കരേക്ക് വന്നാലും ആ കാര്യം പറയേണ്ട താമസം വേഗത്തിലതാ വഞ്ചിക്കാരനില്ലാതെ സ്വമേധേ ആ വഞ്ചി ഇങ്ങോട്ട് വരികയാണ്. മഹദി ആ വഞ്ചിയിൽ കയറി ആ വഞ്ചി അക്കരക്കെത്തുകയാണ്. അങ്ങനെ വഞ്ചിയിൽ നിന്നും ഇറങ്ങി ആ ഭക്ഷണം ആ പറയപ്പെട്ട മനുഷ്യന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. മേഘം തണലിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ധ്യാനനിരതനായിരിക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് ഈ ഭക്ഷണത്തിന്റെ പാത്രവുമായി അവർ ചെന്നു. അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചു, പാത്രം തിരിച്ചേൽപ്പിച്ചു. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ഇക്കരയ്ക്ക് വരാൻ വേണ്ടി ആ നദിയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ അത്ഭുതമല്ലാതെ മറ്റെന്ത് പറയാൻ, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വഞ്ചിയത നേരെ അക്കരയ്ക്ക് പോയിരിക്കുന്നു. അങ്ങോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല. തിരിച്ചു വന്നുകൊണ്ട് അദ്ദേഹം ആ ഭാര്യ ആ മനുഷ്യനോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങോട്ട് വന്ന ആ കടത്ത് വഞ്ചി ഇത് അക്കരയാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ ലുഖ്മാൻ തങ്ങളുടെ ഭാര്യയോട്, നിങ്ങൾ ആ കടത്തുവഞ്ചിയോട് പറയണം, ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തിന്റെ രുചി ആസ്വദിക്കാത്ത ഒരാളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് വഞ്ചി നീ ഇക്കരയ്ക്ക് വന്നാലും. ഈ മനുഷ്യന്റെ വാക്ക് കേട്ടുകൊണ്ട് അവര് ആ വഞ്ചിയോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. ആ വഞ്ചിയെ താനെ ഇങ്ങോട്ട് വരുന്നു. അവരതിൽ കയറുകയാണ്, കയറി അക്കരയ്ക്കെത്തുകയാണ്. ലുഖ്മാൻ തങ്ങളുടെ ഭാര്യ ഭർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് എന്താണ്? നിങ്ങൾ പറഞ്ഞതെന്താണ്? ജീവിതത്തിൽ ഒരിക്കലും ഭൗതികമായ സുഖം ആസ്വദിക്കാത്ത ഒരാളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹം പറഞ്ഞത് രുചികരമായിരിക്കുന്ന ഭക്ഷണം ഞാൻ പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ജീവിതത്തിൽ രുചികരമായ ഭക്ഷണം കഴിക്കാത്ത ആളാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇതാണ് ഇതിന്റെ പൊരുൾ എന്താണ്? ആ സമയത്ത് മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുകയാണ്, പ്രിയപ്പെട്ടവളെ, നമ്മുടെ അടുത്ത വീട്ടിൽ അതാ ആ കാണുന്ന വീട്ടിൽ നിന്ന് കല്യാണ ആഘോഷത്തിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് നീ ആ കല്യാണ വീട്ടിലേക്ക് പോകണം. ഞാൻ നിന്റെ കയ്യിൽ ഒരു വിളക്ക് കത്തിച്ചു തരികയാണ്, ഒരു ചിമ്മിണി വിളക്ക്. ആ വിളക്ക് യാതൊരു കാരണവശാലും കെടാൻ പാടില്ല. ആ വിളക്കുമായി കൊണ്ട് നീ ആ കല്യാണ വീട്ടിലൂടെ പോയി കല്യാണ വീട്ടിലെ എല്ലാ വിവരങ്ങളും നീ അറിയണം. ആ വിളക്കൊരിക്കലും കെട്ടുപോകാൻ പാടില്ല. വിളക്കെങ്ങാനും കെട്ടുപോയാൽ ഞാനും നീയും തമ്മിലുള്ള വിവാഹബന്ധം എന്നേക്കുമായി മുറിഞ്ഞു പോകും. അതുകൊണ്ട് വിളക്ക് കെടാതെ കല്യാണ വീട്ടിലെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് മനസ്സിലാക്കി നീ ഇങ്ങോട്ട് വരണം. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞ അതേപോലെ ചെയ്യുകയാണ്. വിളക്ക് കത്തിച്ചുകൊണ്ട് നേരെ കല്യാണ വീട്ടിലേക്ക് പോകുന്നു. മഹദിയുടെ ചിന്ത
വിളക്ക് അണഞ്ഞു പോകുമോ വിളക്ക് കെട്ടുപോകുമോ എന്നാണ്. കാരണം വിളക്ക് കെട്ടാൽ എന്റെ ഭർത്താവും ഞാനുമായുള്ള വിവാഹബന്ധം എന്നേക്കുമായി ഇല്ലാതെയാകുമല്ലോ എന്നോർത്തുകൊണ്ട് മഹദി തന്റെ ശ്രദ്ധ മുഴുവനും ആ വിളക്കിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ആ കല്യാണ വീടൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഭർത്താവിന്റെ അടുക്കിലേക്ക് വിളക്ക് കെടാൻ തിരിച്ചു വരികയാണ്. അദ്ദേഹം ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, എന്താണ് കല്യാണ വീട്ടിലെ അവസ്ഥ? അവര് പറഞ്ഞു, എനിക്ക് അവിടുത്തെ ഒരു വിശേഷവും ഒരു വിവരം എനിക്കറിയില്ല. എന്റെ ചിന്ത മുഴുവനും ഈ വിളക്ക് കെട്ടുപോകുമോ വിളക്ക് അണഞ്ഞു പോകുമോ എന്ന പേടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണ വീട്ടിലെ വിവരങ്ങളൊന്നും എനിക്കറിയുകയില്ല. ആ സമയത്ത് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണ് പ്രിയപ്പെട്ടവളെ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. ആ മനുഷ്യൻ പറഞ്ഞതിന്റെ പൊരുൾ, ദുനിയാവിൽ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ ഒരുപക്ഷെ ആസ്വദിച്ചിട്ടുണ്ടാവാം, എന്നാൽ അത് യഥാർത്ഥമായിരിക്കുന്ന ഒരു സുഖമല്ല. രുചികരമായിരിക്കുന്ന ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ എത്തിച്ചു കൊടുത്തു. അയാൾ ഭക്ഷിച്ചെങ്കിൽ അദ്ദേഹത്തിന് ആ ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നത്. അവരുടെയൊക്കെ കാൽപാടുകൾ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.